എഞ്ചിനീയർ ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങിയ ഒന്നും കഴിക്കില്ല. വർക്ക് ലോഡ് കൂടിയാ പുള്ളി സ്വിച്ച് ഓഫ് ആകും. അപ്പോ ഹെൽത്തിന്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാതെ പറ്റില്ല. ഇത് ആയുർവേദ. ആയുർവേദം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന പേര് കോട്ടക്കൽ ആയുർവേദശാല. അതേ കോട്ടക്കലിന്റെ സി ഹെൽത്ത് ഫോർട്ട്. അർജുന, അശ്വഗന്ധ, ശംഖുപുഷ്പം തുടങ്ങിയവ അടങ്ങിയ കോട്ടക്കൽ ആയുർവേദശാല സി ഹെൽത്ത് ഫോർട്ട്. ക്ഷീണമകറ്റി ബലം നേടാൻ ശരിയായ ആയുർവേദം. കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. Dr. P. Alikatti's Cortical Ayurveda and Modern Hospital, pride in practicing Ayurveda, follows the ancient science of life in all its purity and sanctity. Started as a small clinic in early 60s by the founder Dr. P. Alikatti, it has now become a full-fledged Ayurvedic hospital with a number of modern medicine departments also. We have a well-organized Ayurveda department which gives you in-depth study of the importance of Ayurveda in our lives. Dr. P. Alikatti's Cortical Ayurveda and Modern Hospital, pride in practicing Ayurveda, follows the ancient science of life. വേലേട്ടാ, നിങ്ങളെന്താ ഒരു കിലോ പഴം കട്ടിയാണ്? നല്ല പഴം എന്തിനാത്? ഒരു കിലോ മതി. എന്നിട്ട് ഈ ആൾക്കാർ വാണം വിട്ട മാതിരി പോണത്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല? ഇല്ല. ഗായകൻ ശങ്കരൻ നമ്പൂതിരി അപ്പുറത്തിരുന്ന് പാടുണ്ട്. ശങ്കരൻ നമ്പൂരിയോ? അതാരാ? നിങ്ങൾ ഏത് ലോകത്താ വേലേട്ടാ? ശങ്കരൻ നമ്പൂരി നിങ്ങൾക്ക് അറിയില്ല? തെരുവുകളിലൊക്കെ പാട്ട് പാടുന്ന ആളാണ്. അസൽ ഗായകൻ. സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ? ഇന്റെ അടുത്തുള്ള ഫോണാണിത്. ഇത് കണ്ടോ ഫേസ്ബുക്കും വാട്സപ്പും കിട്ടുക. ഇന്ന വേഗം ചെന്നോളി. ഗായകനെ നേരിട്ട് കാണും ചെയ്യാം, പാട്ടും കേൾക്കാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ. भले बेश, भले बेश. माशाअल्लाह, माशाअल्लाह, माशाअल्लाह. ഉപദ്രവിച്ച് മതിയായില്ലേ? ഉപദ്രവിച്ച് മതിയായില്ലേ? വിട്, എന്നെ ഒന്ന് വെറുതെ വിട്.
ജനിച്ച നാട്ടില് തിരിച്ചെത്തിയില്ലേ? ആഗ്രഹം പോലെ നടന്നില്ലേ? സന്തോഷായില്ലേ? വലിയ ആശ്വാസം തോന്നുന്നു. പല നാടുകളിലും തെണ്ടി നടന്നു. കൂട്ടിനുണ്ടായിരുന്നത് നീയും സംഗീതവും മാത്രം. ചെറുപ്പത്തിൽ സുന്ദരശാസ്ത്രികൾ വീട്ടിൽ വന്ന് പാട്ട് പഠിപ്പിച്ചതിൻ്റെ ഗുണം. സാരേ ഗമ പധനിസ സാരേ ഗമ പധനിസ. കിട്ടിയ ചില്ലറ തുട്ടുകൾ മരുന്ന് വാങ്ങാനെങ്കിൽ ഉദ്ഗരിച്ചു. ഇതുവരെ ഇനിയുള്ള നാളുകൾ എന്ത്, എങ്ങനെ, ഒരു നിശ്ചയമില്ല. എന്തായാലും ഇവിടെ എത്തി. തറവാട്ടിലേക്കൊന്ന് പോയിക്കൂടെ? അവിടെയുള്ളവരെല്ലാം സ്വന്തം തന്നെയല്ലേ, സഹായിക്കാതിരിക്കോ? വേണ്ട, സഹായമൊന്നും പ്രതീക്ഷിച്ചല്ല ഈ മടങ്ങി വരവ്. അവരെയെല്ലാം ഒന്ന് കാണണമെന്നുണ്ട്. എന്തായാലും ഈ നാട് വിട്ട് ഇനി എങ്ങോട്ടുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനം തോന്നുന്നു. കിടക്കുന്നത് ഈ കടവരാന്തയിലാണെങ്കിൽ പോലും സ്വന്തം വീട്ടിലാണെന്ന തോന്നലാണല്ലോ. അവിടെ കാണാഞ്ഞപ്പോ ഞാൻ കരുതി ഇവിടെ ഉണ്ടാവുന്നു. കഴിച്ചില്ലല്ലോ, എനിക്കറിയാം. കഴിച്ചോളൂ. നിങ്ങൾ എന്തിനാ വെറുതെ ഈ ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാനും ഈ തെരുവിന്റെ സന്തതിയാണ്. ഈ തെരുവിലെ ചുമരിൽ ചിത്രം വരച്ച ഞാനും ജീവിക്കുന്നത്. നിങ്ങളിങ്ങനെ ഭക്ഷണമൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു കൈ സഹായം അത്ര വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ മോന് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏത് വരില്ലായിരുന്നു. നമ്മുടെ നാട്ടിലേ ആരോ പാടാൻ വന്നിട്ടത്രേ, നീ അറിഞ്ഞോ? നമ്മുടെ സ്വന്തം സമുദായന്നാ കേട്ടത്. കൂടെ വെളിയുണ്ട്. അങ്ങാടിയിൽ ഏതോ ചായ്പിലാ കിടപ്പ്. രാമൻ ഇതുവല്ലോ അറിഞ്ഞോ? പിന്നെ ഞാൻ അറിഞ്ഞിരിക്കണു.
നല്ല അസല് പാട്ടുകാരനാന്നാ കേട്ടത്. പറഞ്ഞിട്ടെന്താ കാര്യം? രണ്ടാക്കും വയ്യ. എന്താ സ്ഥിതി? സമുദായത്തെ പറയിപ്പിക്കാൻ ഓരോരുത്തർ നാടോടികളെ പോലെ തെണ്ടി അടക്കുക. മുജ്ജന്മ പാവം, അല്ലാതെ എന്താ പറയുക? ഏട്ടന്മാർ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ. എന്താ പ്രശ്നം? ഇവിടെ കവലയിലെ ഒരു വയസ്സ നമ്പൂരി പാടാൻ വന്നിട്ടത്രേ. അയാളെ കാര്യ. ഇപ്പൊ പുറത്തിറങ്ങിയ അയാളെ പാട്ടിനെ കുറിച്ച് മാത്രമേ കേൾക്കാനുള്ളൂ. വെറ്റില് തീർന്നല്ലോ രാമ. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് വെറ്റില വാങ്ങിക്കോളൂ. ഓ രസിച്ചില്ല ഉടനടി തോറ് നോക്കി പോലീസൊക്കെ തോര മാപ്പിളമാരെ എതിർത്ത് തോറ്റ് പോലീസ് ഓടി ഒളിച്ച് തോക്ക് മാപ്പിള തോളിലെടുത്ത് 921 മാപ്പിളന്മാർ വെള്ളക്കാരോടേറ്റു പാടാ വേണ്ടി. എന്താ വേല ഇതെവിടെ? കച്ചേരിയാ? അതിങ്ങനെ പാടിയല്ലേ ചെറിയ പാട്ട്. പുതിയ വെറ്റില്ല? പുതിയ എത്ര വേണ്ടത്? ഒരു 10 ഉറുപ്പ്യക്ക്. അല്ല വേല ഇതാ, ആ പാട്ടുകാരൻ നമ്പൂരി പോയോ? അയാൾ ഇവിടെ സ്ഥിരമായിട്ട് കൂടാൻ അതാരാള് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല വേല ഇതാ. പണ്ട് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരു നമ്പൂരിനെ പിന്നെ പുറത്താക്കി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ശങ്കര നമ്പൂരി. അല്ല രാമ, അന്റെ ആരെങ്കിലും ആണ് നമ്പൂരി. ഈ എന്തിനങ്ങനെ വെള്ളം കുടിക്കുന്നത്? വെറ്റില മേടിക്കാൻ പോയ വങ്കൻ ഇനി എന്തായാലും കൊണ്ടാണോ വരവ്? വന്നൂലോ വരാ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിന്നാ തോന്നുന്നത്. എന്ത് പറ്റി രാമാ? കവലയിലെ പാടാൻ വന്നത് ആരാന്ന് അറിയോ? നിങ്ങളൊക്കെ അമ്മാവൻ ശങ്കര നമ്പൂരി. ഏട്ടാ, എന്നാ സംശയമില്ല, ആ വരവ് സ്വത്തിനു വേണ്ടി തന്നെയാ. അത് നാട് വിട്ടുപോയ നമ്മുടെ ശങ്കരമാമ എന്നതിന് എന്താ തെളിവ്? തെളിവൊക്കെ മൂപ്പര കയ്യിലുണ്ടാവും. ഒന്നും കാണാതല്ലേ ഈ വരവ് തന്നെയാ എനിക്ക് തോന്നണം. ആരുമില്ല അവിടെ കുറച്ച് സംഭാരം എടുക്കാൻ? ഓഹോ, ഇവിടെ ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നുല്ലേ? അശ്രീകരം. നമുക്ക് ആവശ്യത്തിനുള്ള സ്വത്തുണ്ടല്ലോ, എന്തിനാ വെറുതെ മറ്റുള്ളവരത് പിടിച്ചു വെക്കണേ? അങ്ങനെയുള്ള ഭൂമി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഓ, ഒരു തത്വജ്ഞാനി. വനിതാ വിമോചന പ്രവർത്തകയുടെ പ്രസംഗം അസലായിട്ടുണ്ട്. ഇവറ്റകളെല്ലാം കണക്കാ. വാ തുറന്ന വിഡ്ഢിത്തേ പറയൂ. ഭർത്താക്കന്മാർക്ക് കുറച്ച് സ്വത്ത് കിട്ടുന്നതിന് ഇവറ്റകൾക്ക് എന്താ ഛേദം? കൃഷ്ണ, നീ ആനന്ദ വക്കീലിനെ കാണണം. അയാള് വേണ്ടത് ചെയ്തു. നീ സ്റ്റേഷനിൽ ചെല്ലണം. നമ്മുടെ ഗണേശനെ കണ്ടാ മതി. പോലീസ് വരട്ടി വിട്ടാലേ രണ്ടും പേടിച്ച് പൊയ്ക്കോളും. ആരോട് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഗാനമേള നടത്തുന്നത്?
ആരനുമതി നൽകിയിട്ടാണ് നിങ്ങൾ ഈ പുറംമുക്കി താമസിക്കുന്നത്? എല്ലാത്തിനും ഞാൻ ചാവട്ടിക്കൂട്ടും. എന്താണ് സാറേ ഇയാൾ ചെയ്ത തെറ്റ്? ഈ തെരുവിൽ പാട്ട് പാടുന്നതോ അതോ റോഡരികിൽ കിടന്നുറങ്ങുന്നതോ? സാറ് ഇയാൾക്കൊരു ജോലി കൊടുക്ക്, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം കൊടുക്ക്. അല്ലാതെ ഈ പാവങ്ങളുടെ മേത്ത് കുതിര കയറാൻ വരല്ലേ സാറേ. സാറിന്റെ പണി നോക്കിപ്പോ സാറേ. ആരാ മനസ്സിലായില്ലല്ലോ. പറഞ്ഞറിയും, കിഴക്കേലെത്തിയ ശിവന്റെയും ജയദേവന്റെയും കൃഷ്ണന്റെയും ഒക്കെ ഭാര്യമാരാ. അതെയോ? കണ്ടതിൽ വളരെയേറെ സന്തോഷം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ശങ്കരമാമയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുക്കാനാ ഞങ്ങളുടെ നമ്പൂതിരിമാരുടെ പ്ലാൻ. വക്കീലിനോട് അവര് പലതും ആലോചിക്കുന്നുണ്ട്. അതും കൂടി പറയാനാ ഞങ്ങൾ വന്നത്. ഒരു തുണ്ടും ഭൂമി പോലും ഞങ്ങൾക്കാർക്കും വേണ്ടാന്ന് അവരോട് പോയി പറഞ്ഞോളൂ. സ്വത്തോ മുതലോ ഒന്നും ആഗ്രഹിച്ചല്ല ഈ മടങ്ങിവരവ്. ജനിച്ച മണ്ണിൽ അന്ത്യനിദ്ര, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ട, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും കാരുണ്യത്തിനും പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെ അധികം നേരം നിൽക്കണ്ട, പൊയ്ക്കോളൂ. ഹായ് മേഡം, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? ഇവരുടെ പാട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പം അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. തെരുവിൽ പാടി ജീവിക്കാൻ ഇനി കഴിയില്ല. ഞങ്ങൾ നടത്തുന്ന ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത്. ഇവരുടെ കൂടെ പോകാൻ നിങ്ങൾ ഒരുക്കമാണോ? കേരളത്തിൽ ഇത്രയും പ്രശസ്തി ആർജിച്ചൊരു ഗായിക ഞങ്ങളെ തേടി ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എവിടേക്കില്ല. അവരുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എവിടേക്കില്ല. ജീവിതാവസാനം വരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. താങ്കളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു പാട്ട് പാടണം. അതെങ്കിലും നിരാകരിക്കരുത്. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ. പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ. പ്രേമ അകലെ വീനസിംഹത്തിലും അമൃതവാഹിനി തടത്തിലും. അകലെ വീനസിംഹത്തിലും അമൃതവാഹിനി തടത്തിലും. വിരിഞ്ഞ പൂവിലും കൊഴിഞ്ഞ പൂവിലും തിരഞ്ഞു നിന്നെ ഞാനിതുവരെ. തിരഞ്ഞു നിന്നെ ഞാനിതുവരെ. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപ
തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. വസന്ത സന്ധ്യകൾ വിളിച്ചതും ശിശിര രജനികൾ ചിരിച്ചതും ഋതുക്കൾ വന്നതും ഋതുക്കൾ പോയതും അറിഞ്ഞതില്ല ഞാനിതുവരെ, അറിഞ്ഞതില്ല ഞാനിതുവരെ. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരു